ഞങ്ങൾക്ക് ചത്താ മതിയേ, ഞങ്ങൾക്ക് ജീവിക്കണ്ട, ഞങ്ങളെ രക്ഷിക്കണ്ട. എന്റെ മോളുടെ ജീവിതം പോയേ. പ്രിയങ്ക, ഇനി ഞങ്ങൾക്ക് ജീവിക്കണ്ടായേ. ഇതെന്തൊക്കെയാ പറയുന്നത്? എന്താ അമ്മച്ചി കിടന്ന് കാണിക്കുന്നത്? എന്താ അമ്മച്ചി നിങ്ങൾ കാണിച്ചത്? നിങ്ങൾക്ക് ചാടിച്ചാൽ ഈ പുഴ കിട്ടിയോളോ? നിങ്ങൾ അവിടെ ചാടിച്ചെത്ത് കഴിഞ്ഞാൽ ആ കുറ്റം നമ്മുടെ തലയിൽ വരും. അയ്യോ അയ്യോ, ഇത് വലിയ പുലിവാലായല്ലോ. ദൈവളെ കണ്ട ബുദ്ധിബോധം ഇല്ലാത്ത കൊച്ച, ഇവളെ ഒരുത്തൻ ചതിച്ചതാ. ഓ, എവിടെയെങ്കിലും പോയി പഴിച്ചിട്ടുണ്ടാവും, അത് തന്നെ കാര്യം. അയ്യോ അല്ല, എന്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവള് കല്യാണം കഴിഞ്ഞ ഒരുത്തിന്റെ കൂടെ സുഖമായിട്ട് ജീവിച്ചോണ്ടിരുന്നതാ. ആ പരമദുഷ്ടൻ വേറൊരു കൊച്ചിനെ സ്വന്തമാക്കാൻ വേണ്ടി ഇവളെ തള്ളിക്കളഞ്ഞതാ. എന്നിട്ട് ഞങ്ങളെ ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി. അയ്യോ അയ്യോ അയ്യോ. അറിയാത്ത കാര്യത്തിന് വെറുതെ അഭിപ്രായം പറയാൻ നിൽക്കല്ലേ. നീ എവിടെ ഉള്ളടാ? ഞാൻ കണിമംഗലം പരമേശ്വരന്റെ മോനാ. അത് പറ. അപ്പൊ കാശിന്റെ ഹുങ്ക് തന്നെ. നിങ്ങളോട് ഞങ്ങൾ കാശിന്റെ അഹങ്കാരം വല്ലതും കാണിച്ചോ? നിങ്ങൾ അവരെ രക്ഷിച്ചെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെ. പക്ഷേ അതിന്റെ പേരിൽ അവര് പറയുന്ന മുഴുവൻ വിശ്വസിക്കാൻ നിൽക്കരുത്. അവര് പറഞ്ഞതിൽ എന്താണാ കുഴപ്പം? ഇവൻ പറഞ്ഞില്ലേ കണിമംഗലം, ഞാനും ആ കുടുംബത്തിലെയാ. ഇവൻ കല്യാണം കഴിച്ചത് ഈ നിൽക്കുന്ന പ്രിയങ്കയാ. ഇതേ ഇവളുടെ ചേച്ചിയാ. ഇവളെ സ്വന്തമാക്കാൻ വേണ്ടിട്ടാ ഇവൻ അവളെ ചവിട്ടി പുറത്താക്കിയത്. നിന്നെ കണ്ടാ വലിയ മാന്യനാണല്ലോടാ. ഇതാ നിന്റെ കയ്യിലിരിപ്പല്ലേ. നിങ്ങൾ എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത്? ഇവൻ എന്റെ കുടുംബക്കാരൻ തന്നെയാ, ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ ഇവർക്ക് മുമ്പേ ആ കുടുംബത്തിൽ നിന്ന് പുറത്തായവനാ ഇവൻ. അതിന്റെ വൈരാഗ്യ അവനിപ്പോ കാണിച്ചു കൂട്ടുന്നത്. വരുൺ, നമുക്ക് ഇവിടുന്ന് പോവാം. ചാകാൻ തീരുമാനിച്ചവര് ചത്തോട്ടെ. അന്വേഷിച്ചു വന്നാ നമ്മള് ചെയ്ത തെറ്റ്. വാ. അങ്ങനെ അങ്ങ് പോയാലോടി. നീ എന്താ പറഞ്ഞത്? ചാവാൻ തീരുമാനിച്ചവര് ചത്തോട്ടെന്നല്ലേ? അപ്പൊ പിന്നെ നിനക്കും ഇവനും എളുപ്പമായല്ലോ. വീടിനകത്തിട്ട് ഇത്രയും കാലം ഇവരെ കൊല്ലാൻ നോക്കിയിട്ടും അത് നടക്കാതെ ആയപ്പോ ഇവരെ തല്ലി പുറത്താക്കിയല്ലേ? ഗതിയില്ലാത്ത ഈ തള്ളകേരി അങ്ങ് ആത്മഹത്യ ചെയ്യുമല്ലോ അല്ലേ? ഹലോ അച്ഛാ, മുത്തശ്ശിയും പ്രിയങ്കയും ഞാൻ കണ്ടു. എവിടെ വെച്ച മോളെ? ആറ്റശ്ശേരിയിലേക്ക് വരാതെ മുങ്ങി നടന്നത് പുതിയ നാടകങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എന്താ സംഭവിച്ചെന്നറിയോ? എന്താ?
എന്നിട്ട് അവരെവിടേക്കാ പോയത് മോളെ? എനിക്കറിയില്ല അച്ഛാ. അച്ഛനോടൊരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയാ വിളിച്ചത്. എനിക്ക് മുത്തശ്ശിയോടും പ്രിയങ്കയോടും ക്ഷമിക്കാൻ പറ്റില്ല. ഇത്രയും കാലം അവര് വരുണിനെയും വരുണിന്റെ കുടുംബത്തിനെയും നാണം കെടുത്തി. വരുണിന്റെ പേരിൽ ഒരു കേസ് വരരുതല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ എല്ലാവരും ക്ഷമിച്ചു. ഇനി അത് പറ്റില്ല. വരുൺ എന്റേതാ. വരുൺ എന്നെ സംരക്ഷിക്കുന്ന പോലെ തിരിച്ചു എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇനി മുത്തശ്ശിയോ പ്രിയങ്കയോ കണിമംഗലത്തേക്ക് കാലെടുത്ത് വച്ച അവിടെയുള്ളവർ ആട്ടി ഇറക്കുന്നതിന് മുൻപ് ഞാനായിരിക്കും അത് ചെയ്യാം.